ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇസ് ക്വൈറ്റ് ഡിഫറെൻ്റ് ആട്ടോ. നമ്മൾ എഫർമേഷൻ റിച്വൽസ് ഒന്നുമല്ല. നമ്മളിപ്പം പുറത്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ലോങ് ട്രാവലിംഗ് അല്ലെങ്കിൽ ടൗണിൽ പോകുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ കൂടുതലും ആംബുലൻസിന്റെ ക്വിങ് സൗണ്ട് കേൾക്കാറുണ്ടാവില്ല. സ്വാഭാവികം നിങ്ങൾ കേൾക്കാറുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിൽ എന്താ തോന്നുക? ആംബുലൻസ് ഭയങ്കര റഷായിട്ട് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോവാണെങ്കിലും നമ്മൾ ഒരു കുറച്ച് സെക്കൻഡ്സിലേക്ക് നമ്മളൊന്ന് ഡള്ളാവില്ലേ? നമുക്കത് കാണുമ്പോൾ സന്തോഷമല്ലല്ലോ തോന്നും. അയ്യോ, ആരെയോ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അവരെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്, അതിന്റെ പിന്നാലെ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു ഭയം, ഒരു പേടി ഉണ്ടാവാ മനസ്സിൽ. എനിക്ക് പണ്ടെല്ലാം അത് കാണുമ്പോഴത്തേക്ക് ശരിക്കും അയ്യോ ദൈവമേ, ഒരു പേടി ഫീൽ ചെയ്യും. ഇത് എനിക്കിങ്ങനെ വരുമോ, അല്ല എൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആർക്കും അങ്ങനെ വരുമോ എന്നുള്ള ഒരു ഭയമാണ് ഹോണസ്റ്റ്ലി എൻ്റെ മനസ്സിൽ പണ്ടെല്ലാം ഉണ്ടാവാറ്. ശരിക്കും ഒരു വിഷമം വരും. കുറച്ച് സമയത്തേക്ക് ആകെ മൈൻഡ് ഡള്ളാവും അത് കാണുമ്പോൾ. ബ്രേക്കെല്ലാം പഠിക്കാൻ സമയത്ത് നമുക്ക് ഒരു ദിവസം ക്ലാസ്സിൽ നമുക്ക് ഇതിനെ പറ്റിയൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഈ ആംബുലൻസ് കാണുമ്പോൾ വാട്ട് ഷുഡ് വി തിങ്ക്, നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞു ഇന്നത്തെ ടോപ്പിക് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ് ഉള്ളത്. അപ്പം അന്നത്തെ ക്ലാസ്സിൽ മാസ്റ്റർ പറഞ്ഞെന്ന ഒത്തിരി ഉപകാരമുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ഈ ഒരു ആംബുലൻസ് കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, നമ്മളെ മനസ്സിൽ എന്ത് ഇമോഷനാ വരണ്ടേന്ന് അന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് ചെയ്യാറുണ്ട്. ആംബുലൻസ് സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പം ഞാനത് ഹോണസ്റ്റ്ലി ഞാൻ ഇന്നും ആ ഒരു പ്രയർ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രയർ ഞാൻ ഇന്നും ചെയ്തിട്ടുണ്ട്. എന്നും ചെയ്യും. ഞാൻ ജീവനോടുള്ളിടത്തോളം, എനിക്ക് ബോധം ആയുസുള്ളിടത്തോളം ആംബുലൻസ് കാണുമ്പം അത് ഞാൻ ചെയ്യുന്നതാണ്. ബിക്കോസ് എനിക്കത് ശീലമായി. ഇത്രയും കൊല്ലങ്ങൾ ഞാൻ ആ ക്ലാസ് അന്ന് കേട്ടത് മുതൽ ഇന്ന് വരെ എനിക്കത് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ആ പ്രയർ, ആംബുലൻസ് കാണുമ്പോൾ ആ പ്രയർ പറഞ്ഞിട്ട് എനിക്ക് ശീലം. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡ് പോലും അറിയാണ്ട് ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പൊ അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അത് ചൊല്ലും. സോ അത് എനിക്ക് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. So whenever you see or hear the sound of ambulance, നമ്മൾ എന്താന്ന് മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പേടിയോ ഭയോ സങ്കടമോ ഒന്നുമല്ല നമ്മൾ മനസ്സിൽ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയേണ്ടത് ബ്ലെസ് ആൻഡ് പ്രൊട്ടക്ട്. ബ്ലെസ് ആൻഡ് പ്രൊട്ടക്ട് എന്ന് പറയുന്നത് ആ ആംബുലൻസ് ഉള്ള ആളിനെയാണ് നമ്മൾ ബ്ലെസ് ആൻഡ് പ്രൊട്ടക്ട് എന്ന് പറയുന്നത്. നമ്മൾ യൂണിവേഴ്സിലേക്കാണ് പറയുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ബ്ലെസ് ആൻഡ് പ്രൊട്ടക്ട് ദാറ്റ് പേഴ്സൺ. ആരാണോ അതിൻ്റെ അകത്ത്, നമ്മുടെ ശത്രുവോ മിത്രം ആരോ ആവാം, നമുക്ക് അറിയാത്ത ആൾക്കാരെ പോവോ ആരോ ആയാലും, എന്നാലും ഒരു മനുഷ്യനാണ്, ഒരു ജീവനാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റിനെ പറയാം യൂണിവേഴ്സ്, ഹോളി ഫാദർ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരെയാണോ, ഏത് ദൈവത്തിനാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ ഭഗവാനെ മനസ്സിൽ കണ്ടിട്ട് പറയാം പ്ലീസ് ബ്ലെസ് ആൻഡ് പ്രൊട്ടക്ട്. അവരെ ബ്ലെസ് ചെയ്യും, അവരെ പ്രൊട്ടക്ട് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ യു മസ്റ്റ് സേ താങ്ക് യു ലോർഡ്, താങ്ക് യു സോ മച്ച് ലോർഡ് ഫോർ ബ്ലെസ്സിങ് മീ and all my near and dear ones with perfect health and long life. ഒന്നുകൂടി പറഞ്ഞുതരാം. Holy Father, Universe, thank you so much for blessing me and my all near and dear ones. എന്നെ സംരക്ഷിക്കുന്നതിലും എൻ്റെ അടുത്തുള്ള എന്നെ സ്നേഹിക്കുന്ന എല്ലാ നിയർ ആൻഡ് ഡിയർ വൺസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിലും ബ്ലെസ് ചെയ്യുന്നതിലും കുറേ നന്ദി. എന്താണെന്നറിയാം? സി യു ക്യാൻ ഹിയർ ഇപ്പം ആംബുലൻസ് പോകുന്നുണ്ട്. ആംബുലൻസ് പോയിക്കൊണ്ട് മേ ബി നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റുമായിരിക്കാം. ഇപ്പം പോയിക്കൊണ്ടിരുന്നിട്ട്. സോ അപ്പൊ ഇതാണ് പറയണ്ടേ. സോ ഫസ്റ്റ് നമ്മൾ പറയണം താങ്ക് യു യൂണിവേഴ്സ്, പ്ലീസ് ബ്ലെസ് ആൻഡ് പ്രൊട്ടക്ട്. ബ്ലെസ് ആൻഡ് പ്രൊട്ടക്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ യൂണിവേഴ്സിറ്റിക്കാണല്ലോ പറയുന്നത്. ബ്ലെസ് ആൻഡ് പ്രൊട്ടക്ട് എന്ന് പറയാം. സെക്കൻഡ് നിങ്ങൾ പറയും താങ്ക് യു സോ മച്ച് ഫോർ ബ്ലെസ്സിങ് മീ ആൻഡ് ഓൾ മൈ നിയർ ആൻഡ് ഡിയർ വൺസ് വിത്ത് പെർഫെക്റ്റ് ഹെൽത്ത് ആൻഡ് ലോങ് ലൈഫ്. മനസ്സിലായില്ലേ? ഇതാണ് ആംബുലൻസ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആംബുലൻസ് ഒച്ച കേൾക്കുമ്പോൾ, ആംബുലൻസ് കാണുമ്പോഴോ നമ്മൾ പറയേണ്ടത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അത് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലേ, ബട്ട് ഇറ്റ്സ് എ ഇൻഫർമേഷൻ. എന്നാലും നിങ്ങൾക്കത് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആംബുലൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമോ സങ്കടമോ തോന്നുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കെങ്കിൽ ഡു ദിസ്. ഈ ഒരു കാര്യം ചെയ്താൽ മതി. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു വിഷമം വന്ന ഇമോഷൻ അത് പെട്ടെന്ന് കട്ടാവും. ബിക്കോസ് നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവത്തിനൊക്കെ അവർക്ക് ബ്ലെസ് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യാനും പ്രാർത്ഥന ചെയ്തു. ആൻഡ് ഓൾസോ നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യം ദീർഘായുസ് നൽകുന്നതിന് നന്ദിയും പറയാം. ദാറ്റ്സ് വാട്ട് വി ഹാവ് ടു ഡു. സോ അടുത്ത വീഡിയോയിൽ കാണാം. നമോ ഹിമാലയ.